ഹായ് ഫ്രണ്ട്സ്, ഊട്ടി തന്നെയാണുള്ളത്. ഇന്ന് കാണാൻ പോകുന്നത് ഊട്ടി ലേക്ക്, ദൊഡ്ഡാപേട്ട പീക്ക് എന്നിവയൊക്കെയാണ്. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. മഴ ഇല്ലെങ്കിൽ വേറെ കുറച്ച് സ്ഥലങ്ങളോടെ കാണണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഊട്ടി ലേക്കിലേക്കുള്ള എൻട്രൻസ് ആണിത്. വളരെ വലിയൊരു പാർക്കിംഗ് ഏരിയയാണ് ഇവിടെയുള്ളത്. പാർക്കിംഗ് ഏരിയയ്ക്ക് അടുത്താണ് ലേക്കിലേക്കുള്ള എൻട്രൻസ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 20 രൂപയാണ് എൻട്രി ഫീസ്. ഇവിടെ നിന്നും ടിക്കറ്റിന്റെ ബാർകോഡ് പരിശോധിച്ചതിന് ശേഷമാണ് നമ്മളെ ഉള്ളിലേക്ക് കടത്തിവിടുക. ഈ മുൻപിൽ കാണുന്ന ബിൽഡിംഗിലാണ് ബോട്ട് സർവീസിനുള്ള ടിക്കറ്റ് കൗണ്ടർ. ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് പെഡൽ ബോട്ട്, റോ ബോട്ട്, ലെയ്ഷർ ബോട്ട്, മോട്ടോർ ബോട്ട് എന്നിങ്ങനെ 4 തരത്തിലുള്ള ബോട്ടുകളിൽ ഏത് വേണമെങ്കിലും ടൂറിസ്റ്റുകൾക്ക് തിരഞ്ഞെടുക്കാം. ഈ കാണുന്ന റൗണ്ട് ഷേപ്പിലുള്ളതാണ് ലെയ്ഷർ ബോട്ട്. 5 പേർക്ക് കയറാവുന്ന ബോട്ടാണിത്. ഈ ബോട്ടിലാണ് ഞാൻ പോകുന്നത്. 8 പേർക്ക് കയറാവുന്ന ഈ ബോട്ടിൽ 20 മിനിറ്റ് നേരത്തേക്കുള്ള യാത്രയ്ക്ക് 950 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ബോട്ട് യാത്ര ആരംഭിക്കുകയാണ്. ഞാൻ ടിക്കറ്റും എടുത്ത് ഏതെങ്കിലും ടൂറിസ്റ്റുകളുടെ കൂടെ ഷെയർ ചെയ്ത് യാത്ര ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് കണ്ണൂരിൽ നിന്നുള്ള 7 പേർ 8 പേർക്ക് കയറാൻ കഴിയുന്ന ബോട്ടിൽ ടിക്കറ്റും എടുത്ത് നിൽക്കുന്നത് കണ്ടത്. അങ്ങനെ ഈ യാത്രയിൽ അവരുടെ കൂടെ ഷെയർ കൂടുകയായിരുന്നു. ചില സമയങ്ങളിൽ ബോട്ട് ഓപ്പറേറ്റർ ഈ കാണുന്നത് പോലെ ബോട്ട് ആട്ടി ഉലയ്ക്കുന്നുണ്ട്. യാത്ര കൂടുതൽ രസകരമാക്കാൻ വേണ്ടി ചെയ്യുന്നതാണിത്. മിനിമം 2 പേരെങ്കിലും ഉണ്ടെങ്കിലേ ഇവിടെ ഒരു ബോട്ട് സർവീസിൽ കയറാൻ കഴിയുകയുള്ളൂ. +64 ഏക്കർ വരുന്ന ഈ കൃത്രിമ തടാകം 1824-ൽ ഊട്ടിയിലെ ബ്രിട്ടീഷ് സെറ്റിൽമെന്റ് സ്ഥാപകനായ ജോൺ സള്ളിവനാണ് നിർമ്മിച്ചത്. മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ തടാകം നിർമ്മിച്ചിട്ടുള്ളത്. ചെറിയ അരുവികളിലൂടെ വരുന്ന വെള്ളം അണക്കെട്ട് നിർമ്മിച്ച് വെള്ളം കെട്ടി നിർത്തി തടാകം നിർമ്മിക്കുകയായിരുന്നു. ചെറിയൊരു ചെക്ക് ഡാമാണ് ഈ കാണുന്നത്. ബോട്ട് ഇപ്പോൾ തടാകത്തിന്റെ എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും ബോട്ട് യു ടേൺ എടുത്ത് തിരികെ പോവുകയാണ് ചെയ്യുന്നത്.
തടാകത്തിനടിയിൽ പായലുകൾ ഉള്ളതിനാൽ പച്ച കളറാണ് വെള്ളത്തിന്. ആയിരത്തി 1973 തമിഴ്നാട് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തടാകം ഏറ്റെടുത്തത്. അതിനുശേഷം ടൂറിസത്തിനായി ബോട്ട് സർവീസ് ആരംഭിക്കുകയായിരുന്നു. ഹോളിഡേയ്സിൽ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാറ്. തടാകത്തിന്റെ തീരത്തുള്ള ചെറിയ ഹട്ടുകളാണ് ഈ കാണുന്നത്. ബോട്ട് യാത്രയ്ക്ക് ഷെയർ ചെയ്യാൻ ടൂറിസ്റ്റുകളെ കിട്ടാതെ ഞാൻ നിൽക്കുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ കണ്ണൂർകാരെ ഞാൻ കണ്ടുമുട്ടിയത്. ലേക്കിലൂടെ ഒരു റൗണ്ട് വരുന്ന ബോട്ട് സർവീസ് അവസാനിക്കാൻ പോവുകയാണ്. ലേക്കിനടുത്തായി നിർമ്മിച്ചിട്ടുള്ള ചെറിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് കാണാനാണ് ഇനി പോകുന്നത്. ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള റൈഡുകൾ ഇവിടെയുണ്ട്. ലേക്കിന് അഭിമുഖമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റാണിത്. ഇവിടെ നിന്നും ലേക്കിന്റെ മനോഹരമായ ഒരു വ്യൂ നമുക്ക് കിട്ടും. കേരളത്തിലെ സ്കൂളിൽ നിന്നും സ്റ്റഡി ടൂറിന് വന്ന കുട്ടികളാണ് ഈ റൈഡിൽ. ലേക്കിന് അഭിമുഖമായുള്ള വ്യൂ പോയിന്റിൽ ഒരുക്കിയിട്ടുള്ള ഫോട്ടോഷൂട്ടിനായിട്ടുള്ള സ്ഥലമാണിത്. ലേക്കിന് അടുത്തു തന്നെയുള്ള കോഫി ഷോപ്പുകളാണിത്. എൻ്റെ കൂടെ ബോട്ടിൽ ഉണ്ടായിരുന്നവരാണ് ഈ പോകുന്നത്. തടാകത്തിനരികിലൂടെ ടൂറിസ്റ്റുകളെയും കൊണ്ടുപോകുന്ന ടോയ് ട്രെയിനിന്റെ സ്റ്റേഷനാണിത്. മിനി ട്രെയിൻ സ്റ്റേഷൻ എന്നാണ് ഇതിന്റെ പേര്. ടൂറിസ്റ്റുകൾക്കായി ഹോഴ്സ് റൈഡുകളും ഇവിടെയുണ്ട്. 125 രൂപയിൽ ആരംഭിക്കുന്ന റൈഡുകളാണ് ഉള്ളത്. പലതരത്തിലുള്ള തൊപ്പികളും ജാക്കറ്റുകളും സെക്ടറുകളും വിൽക്കുന്ന കടകൾ ഇവിടെ ധാരാളമുണ്ട്. ലേക്കിന് അല്പം അകലെയായി രത്തൻ ടാറ്റ ഓഫീസേഴ്സ് ഹോളിഡേ ഹോമിന്റെ ഗേറ്റ് കാണാം. ദൊഡ്ഡബെട്ട പീക്കിലേക്ക് ഇന്ന് ടൂറിസ്റ്റുകളെ കയറ്റി വിടുന്നില്ല. അപ്പോൾ അവിടെ പോലീസ് അത് ക്ലോസ് ചെയ്താണ് അങ്ങോട്ടുള്ള വഴികളൊക്കെ. അതുകൊണ്ട് ഇന്ന് കാണാൻ പോകുന്നത് ഡോൾഫിൻ പീക്കാണ്. ഇവിടുന്ന് ഊട്ടിയിൽ നിന്ന് ഒരു 29 കിലോമീറ്റർ ദൂരമുണ്ട് ഡോൾഫിൻ പീക്കിൽ. ഡോൾഫിൻ നോസ് എന്നറിയപ്പെടുന്ന വ്യൂ പോയിന്റ് കാണാൻ പോകുമ്പോൾ വഴിയരികിൽ കാബേജ് ഉൾപ്പെടെയുള്ള മറ്റ് വിളകളും കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങൾ കാണാം. ഊട്ടിയിൽ നിന്നും മേട്ടുപ്പാളയം വഴി കോയമ്പത്തൂർ വരെ നീളുന്ന നാഷണൽ ഹൈവേ
181 ആണിത്. ഈ വഴിയിലൂടെ പോകുമ്പോഴുള്ള താഴ്വാരങ്ങളുടെ കാഴ്ച വളരെ മനോഹരമാണ്. കുന്നിൻ ചെരുവുകളിൽ നിർമ്മിച്ചിട്ടുള്ള വീടുകളാണിത്. മേട്ടുപ്പാളയത്തു നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന ടോയ് ട്രെയിനാണിത്. രാവിലെ 7:10 മേട്ടുപ്പാളയത്തു നിന്നും ആരംഭിക്കുന്ന സർവീസാണിത്. കയറ്റമായതിനാൽ ട്രെയിനിന്റെ പുറകിലാണ് എൻജിൻ ഘടിപ്പിച്ചിട്ടുള്ളത്. കൂനൂരിൽ നിന്നും ഡോൾഫിൻ ഹില്ലിലേക്ക് പോകുന്ന വഴിയാണിത്. ഇവിടുന്ന് കൂനൂരിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ഉണ്ട് ഡോൾഫിൻ ഹില്ലിലേക്ക്. ഇപ്പോൾ സമയം 1:40 ഭയങ്കര കോടയാണ്. മുമ്പോട്ട് നോക്കിയിട്ട് കാണുന്നേ ഇല്ല. നല്ല കോടയും അതിശക്തമായ തണുപ്പും അനുഭവപ്പെടുന്നുണ്ട്. മുന്നിൽ അല്പം ദൂരെയായി പോകുന്ന വാഹനങ്ങളെ പോലും കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ റൂട്ടിൽ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ളത് തേയിലത്തോട്ടങ്ങളുടെ മനോഹരമായ കാഴ്ചകളാണ്. ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റിലെ പാർക്കിംഗ് ഏരിയയാണിത്. ഇവിടെ നിന്നും അല്പദൂരം നടന്നു വേണം വ്യൂ പോയിന്റിലെത്താൻ. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇവിടെയുള്ള വാച്ച് ടവറിലേക്കാണ് ഇപ്പോൾ കയറുന്നത്. ഡോൾഫിന്റെ മൂക്കിന്റെ ആകൃതിയിലുള്ള വ്യൂ പോയിന്റ് ആയതിനാലാണ് ഇതിനെ ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റ് എന്ന പേര് വന്നത്. ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചയാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 1550 മീറ്റർ ഉയരത്തിലാണിത്. കാതറിൻ വാട്ടർഫാൾസ് ആണ് ദൂരെ കാണുന്നത്. അതിന് പിറകിൽ മലമുകളിലായി കോത്തഗിരി ടൗണും കാണാം. സത്യമംഗലം ഫോറസ്റ്റ് ഉൾപ്പെടുന്ന മലനിരകളാണ് ഈ കാണുന്നത്. ഞാൻ വന്നപ്പോൾ കോടയിൽ മൂടി ഒന്നും കാണാൻ കഴിയാത്ത വിധത്തിലായിരുന്നു. 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് കോട നീങ്ങിയതിനു ശേഷമാണ് ഈ ഒരു വ്യൂ കിട്ടിയത്. ടൂറിസ്റ്റുകൾക്കൊപ്പം വന്ന ഒരു നായക്കുട്ടിയാണിത്. യജമാനന്റെ ഫോൺ നമ്പറും തുകലിൽ കാണാം. ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റിൽ നിന്നും തിരികെ പോവുകയാണ്.
ഡോൾഫിൻ നോസിലേക്കുള്ള വഴിയരികിൽ പലതരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളും സ്പൈസസുകളും ചാക്കുകളിലും ബക്കറ്റുകളിലുമായി നിറച്ചു വെച്ചിട്ടുണ്ട്. തണുത്തു ഉറഞ്ഞു കിടക്കുന്ന വെളിച്ചെണ്ണയാണ് ഈ കുപ്പിയിൽ വെള്ള നിറത്തിൽ കാണുന്നത്. ഇതുപോലെയുള്ള തട്ടുകടകളാണ് ഈ പ്രദേശത്തുള്ളത്. അതിനാൽ ലഞ്ചിന് ബ്രെഡ് ഓംലെറ്റ് കഴിക്കാമെന്ന് വെച്ചു. ബ്രെഡ് ഓംലെറ്റ് കൂടാതെ നൂഡിൽസ് മാത്രമാണ് ഇവിടെയുള്ളത്. ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഊട്ടിയുടെ പ്രകൃതി സൗന്ദര്യങ്ങളും മറ്റും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഇത്തരം ഫലകങ്ങൾ ഇവിടെ ധാരാളമായി വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റിനടുത്തുള്ള മലനിരകളിൽ വീണ്ടും കോട വന്ന് മൂടുകയാണ്. ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റിനടുത്തുള്ള ഒരു ടീ ഫാക്ടറി കാണാനാണ് ഇനി പോകുന്നത്. 30 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. നുള്ളിയെടുക്കുന്ന തേയിലയിലയിലെ ജലാംശം കുറയ്ക്കുന്നതിനായി 8 മുതൽ 14 മണിക്കൂർ വരെ ഇങ്ങനെ ഇട്ടതിന് ശേഷം അടുത്ത പ്രോസസ്സിനായി ഈ കാണുന്ന ഹോളിലൂടെയാണ് തേയിലയിലകൾ ഇടുക. തേയില ഇലയിൽ നിന്നും ചായപ്പൊടിയായി വരുന്നതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിൽ കണ്ട ഹോളിലൂടെ വന്നു വീഴുന്ന തേയില ഇല ഈ മെഷീനിലേക്കാണ് വന്നു വീഴുന്നത്. ഹീറ്റിംഗ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. തേയില ഇലകളുടെ ഈർപ്പം 3% ആയി കുറയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനുശേഷം വളരെ ഉണങ്ങിയ രീതിയിൽ ഈ മെഷീനിൽ എത്തുന്ന തേയില ഇല ചായപ്പൊടിയായി പുറത്തു വരികയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ മെഷീനിൽ വെച്ച് നടക്കുന്ന പല പ്രോസസ്സുകളും നമുക്ക് കാണാൻ കഴിയുകയില്ല. ചായപ്പൊടിയുടെ തരിവണ്ണത്തിനനുസരിച്ച് വേർതിരിച്ചെടുക്കുന്നതാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ശാരീരികാവസ്ഥയ്ക്കും മാനസികാവസ്ഥയ്ക്കും അനുസരിച്ച് കുടിക്കേണ്ട പലവിധം ചായകളുടെ ഒരു ലിസ്റ്റാണിത്. ഡോക്ടർ വേഗനാണ് ഇത് തയ്യാറാക്കിയത്. പലതരം ഫ്ലേവറുകളിൽപ്പെട്ട ചായകൾ ടേസ്റ്റ് ചെയ്ത് നോക്കുവാനുള്ള അവസരം നമുക്കിവിടെ നിന്നും ലഭിക്കും. ഇവിടെ നിന്നും കോത്തഗിരി എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. നീലഗിരി ജില്ലയിലെ ഒരു താലൂക്കാണ് കോത്തഗിരി. സമുദ്രനിരപ്പിൽ നിന്ന് 1950 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യയിൽ ഊട്ടിയും കൊടൈക്കനാലും കഴിഞ്ഞാൽ ഏറ്റവും തണുപ്പുള്ള കാലാവസ്ഥ അനുഭവപ്പെടുന്നത് ഇവിടെയാണ്. കോത്തഗിരിയിലെ ബസ് സ്റ്റാൻഡാണിത്. ഊട്ടിയിൽ നിന്നും 28 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്.
ഊട്ടിയിലേതുപോലെ തന്നെ കോത്തഗിരിയിലെയും പ്രകൃതി സൗന്ദര്യം വളരെ മനോഹരമാണ്. ഊട്ടിയിലെ മറ്റു കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം.